ഹായ് എവരിവൺ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷൻ വേൾഡ് ടെക്നോളജി അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത, ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള, ഒരുപാട് പേര് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാഴ്ച പരിമിതർക്ക് ആക്സസിബിളായി ചെസ്സ് കളിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ 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 മികച്ചൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മികച്ച കളിക്കാർ വരെ കളിക്കുന്ന അത്തരത്തിലുള്ളൊരു വലിയ മില്യൺ കണക്കിന് ചെസ് പ്ലെയേഴ്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് chess.com എന്നാണ്. പലർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ ഒരു 2-3 മാസം മുമ്പ് നമുക്ക് ആക്സസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെസ്സ് കളിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിതിൽ ടോക്ക് ബാക്ക് ഉപയോഗിച്ച് മാത്രമാണ് മെയിനായിട്ട് നന്നായിട്ട് ഈ ആപ്ലിക്കേഷനിൽ കളിക്കാൻ സാധിക്കുന്നത്. ജിഷോ ഇപ്പോൾ ശരിയായിട്ടില്ല. ജിഷോ ശരിയാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ സ്ക്രീൻ റീഡർ ജസ്റ്റ് ഓൺ ആക്കുന്നുണ്ട്. ടോക്ക് ബാക്ക് ആണ്, ജിഷോ അല്ല. ജിഷോയിൽ നമുക്കിത് കളിക്കാൻ പറ്റില്ല. ടോക്ക് ബാക്ക് തന്നെയാണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഓക്കെ, 254 ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ chess.com ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, chess.com ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലെ ഡയമണ്ട് മെമ്പറാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കുറേ ടൈപ്പ് ഓഫ് മെമ്പർഷിപ്സ് വരുന്നുണ്ട്. ഈ മെമ്പർഷിപ്സ് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ ഒരു മെമ്പർഷിപ്പിനെ കൊണ്ട് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് പസിൽസ്, അൺലിമിറ്റഡ് ഗെയിം, അൺലിമിറ്റഡ് ബോട്ട് റിവ്യൂ, അൺലിമിറ്റഡ് കോച്ച് ഗെയിം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിതിൻ്റെ ഡയമണ്ട് മെമ്പറാണ്. ഈ വീഡിയോ ഞാൻ എടുക്കാൻ കുറച്ച് ലേറ്റ് ആക്കിയതും ഈ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻസിൽ വരുമ്പോൾ നമുക്ക് 5 ടാബാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്നാമത്തേത് ഹോം ടാബാണ്, രണ്ടാമത്തേത് പസിൽ ടാബാണ്, മൂന്നാമത്തേത് ലേൺ ടാബാണ്, നാലാമത്തേത് വാച്ച് ടാബാണ്. ഇങ്ങനെ 4 ടാബ്. അഞ്ചാമത്തേത് മോർ ടാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബാണ്. ഇവിടെ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കതിൽ നോട്ടിഫിക്കേഷൻസ് 10 വന്ന് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് അത് നോക്കണ്ട. ഓക്കെ, ഇത്രയും ടാബ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ആദ്യം ഓരോ ടാബ് വെച്ച് തന്നെ നോക്കുകയാണ്. അത് നമ്മൾ നമ്മളിവിടെ ഹോം എന്ന് പറയുന്ന ടാബ് ചൂസ് ചെയ്യാണ്. ഓക്കെ, ഹോം ടാബ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് വരാം. അപ്പോൾ നമുക്കിങ്ങനെ മുകളിൽ തന്നെ ഒരുപാട് ഗെയിംസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഈ ഹോം ടാബിൽ മെയിനായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എത്ര പേര്, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഓൺലൈനിൽ ഗെയിം കളിക്കാനൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് അവരോട് ഓൺലൈൻ വഴി ചലഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഹോം ടാബിൽ ഇതൊക്കെ തന്നെ മെയിനായിട്ടുള്ളൂ. അവിടെ കാര്യമായിട്ടൊന്നും നോക്കേണ്ടതില്ല ഹോം ടാബിൽ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും എങ്ങനെ ഒരു ചെസ്സ് ഗെയിം ഇതിൽ കളിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ ഹോം ടാബിലെ ഇവിടെ ടച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്ലേ എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും. ആ ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ ന്യൂ ഗെയിം ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ 30 മിനിറ്റ്സ് എക്സ്പാൻഡ് ബട്ടൺ എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ടൈം സെറ്റാക്കിയതാണ്. നമുക്കവിടെ വേണ്ട ടൈം ചൂസ് ചെയ്യാൻ പറ്റും. നേരെ ഞാനത് ഡബിൾ ടാപ്പ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഗെയിം ടൈപ്പ് ആക്ടിവിറ്റി ബുള്ളറ്റ് 1 മിനിറ്റിൻ്റെ ഗെയിമുണ്ട്. 1+1 ഉണ്ട്, 2+1. അത് പ്ലസ് എന്ന് മനസ്സിലായില്ലേ, ഇൻക്രിമെൻ്റ് ആണ്. 1 മിനിറ്റും 1 സെക്കൻഡ് ഇൻക്രിമെൻറ്റും, 2 മിനിറ്റും 1 സെക്കൻഡ് ഇൻക്രിമെൻറ്റും. ഇനി ബ്ലിക്സ് സെക്ഷനിലോട്ട് പോകുമ്പോൾ 3 മിനിറ്റിൻ്റെ ഗെയിമുണ്ട്. 3 മിനിറ്റ്സ് പ്ലസ് 2 സെക്കൻഡ്സ് ഇൻക്രിമെൻ്റ് ഉണ്ട്. 5 മിനിറ്റ് ഉണ്ട്. ഇനി റാപ്പിഡ് സെക്ഷനിലോട്ട് വരുമ്പോൾ 10 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് പ്ലസ് 10 സെക്കൻഡ് ഇൻക്രിമെൻ്റ് ഉണ്ട്. 30 മിനിറ്റ് ഉണ്ട്. ഇത് റാപ്പിഡ് സെക്ഷനിൽ വരുന്നതാണ്. ഇനി ഡെയിലി എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. ഇനി മാക്സ് ടൈപ്പ് പെർ മൂവ്, എത്ര മൂവ്
നമുക്ക് കളിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ. അടുത്തത് മീൻസ് അതായത് എത്ര ഡേ കളിക്കണം, നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാം. ഒരു ദിവസം ഒരു കളിക്കുന്ന രീതിയിലുള്ളൊരു ഗെയിം സെറ്റപ്പാണ് ഈ മാക്സ് ടൈം പെർ ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ. 1 ഡേ ഉണ്ട്, 3 ഡേ ഉണ്ട്, 7 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ താഴെ ഒരു മോർ ടൈം കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും. അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് മുഴുവനായിട്ടുള്ള ടൈംസ് കിട്ടുക. ഇവിടെ 1 ഡേ, അതിനുശേഷം 2 ഡേയ്സ്, 5 ഡേയ്സ്, 14 ഡേയ്സ് ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ താഴെ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കിട്ടും. കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. അതിന് താഴെ ഇനീഷ്യൽ ടൈം, ബോണസ് ടൈം എന്ന് പറഞ്ഞിട്ട് 2 ലൈൻ ഉണ്ട്, അതായത് 2 പ്രോഗ്രസ് ബാർ ഉണ്ട്. അത് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ടൈം സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിൽ തന്ന ടൈംസ് അല്ലാതെ കസ്റ്റമായിട്ട് നമുക്ക് സമയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഇനീഷ്യൽ ടൈം ആൻഡ് ബോണസ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വൈപ്പ് ചെയ്യുമ്പോൾ 10 മിനിറ്റ്സ് ആണ് ഇവിടെ, 120 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സമയം കൂട്ടാൻ വേണ്ടി സാധിക്കും. അതായത് ആദ്യം ബോണസ് ടൈം എന്നുള്ളൊരു ഭാഗം ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എത്ര സമയം വേണമെന്നും, ആദ്യം ഇനീഷ്യൽ ടൈം എന്നുള്ളത് ഡ്രാഗ് ചെയ്തിട്ട് എത്ര സമയം വേണമെന്നും ചൂസ് ചെയ്യാം. ശേഷം ബോണസ് ടൈം എന്നുള്ളിടത്തും എത്ര വേണം ചൂസ് ചെയ്യാം. ഈ ഇനീഷ്യൽ ടൈമാണ് ഒറിജിനൽ ടൈം, ബോണസ് ടൈമാണ് ഇൻക്രിമെൻറ്റ്. 30 മിനിറ്റും 15 സെക്കൻഡ് ഇൻക്രിമെൻറ്റും ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഇനീഷ്യൽ ടൈമിൽ 30ഉം ഈ ബോണസ് ടൈമിൽ 15ഉം സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് താഴെയുള്ള സെലക്ട് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു ടൈം കൺട്രോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരെ ചെല്ലുന്നത് ബാക്കോട്ട് ആയിരിക്കും. ഓക്കെ, നേരെ വന്നിട്ട് നമ്മൾ ഒരു ബാക്കോട്ട് എത്തും. ഇവിടെ ഞാൻ 1 മിനിറ്റ് ആണ് അവിടെ സെലക്ട് ആയി കിടക്കുന്നത്. ജസ്റ്റ് താഴോട്ട് റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എത്തി, അതായത് നമ്മൾ ഇനീഷ്യൽ, അതായത് നമ്മൾ 30 മിനിറ്റ്സ് എക്സ്പാൻസ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ കയറി പോയതാണല്ലോ, ആ ബട്ടണിലോട്ട് തന്നെയാണ് തിരിച്ചെത്തുന്നത്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഗെയിം എന്നൊരു ബട്ടൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പം എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാണിച്ചു തരാം. അടുത്തത് അതിൻ്റെ താഴെ ടൂർണമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ chess.comൽ കാണുന്ന ഒരുപാട് ടൂർണമെൻറ്റ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. 2 ടൈപ്പ് ഓഫ് ടൂർണമെൻറ്റ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് സ്വിസ് സിസ്റ്റത്തിലുള്ള ടൂർണമെൻറ്റ്സും 2 അരീന സിസ്റ്റത്തിലുള്ള ടൂർണമെൻറ്റ്സും. ചെസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും പരിചയമുള്ളവർക്ക് അറിയാമായിരിക്കും. സ്വിസ് സിസ്റ്റം എന്ന് പറയുന്ന ടൂർണമെൻറ്റ് നമ്മളുടെ മെയിൻ ടൂർണമെൻറ്റ്സിലും മറ്റും നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ടൈമാണ് ഈ സ്വിസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ അരീന എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടിയ അടുത്ത റൗണ്ടിൽ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടിയ ഒരാളുമായിട്ടൊക്കെ ആയിരിക്കും കളി വരുന്നത്, അല്ലെങ്കിൽ ഹാഫ് പോയിൻ്റ്, അല്ലെങ്കിൽ പോയിൻ്റ് ഇല്ലാത്ത ഒരാൾ വരെ കളി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ അരീന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പോയിൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 20 പോയിൻ്റുള്ള ഒരാളുമായിട്ടായിരിക്കും അടുത്ത കളി വരുന്നത്. അതായത് എല്ലാവർക്കും പരമാവധി എല്ലാവരുമായിട്ട് കളിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേയിങ് സിസ്റ്റമാണ് ഈ അരീന എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഇതിൽ അരീനയിലും സ്വിസ് സിസ്റ്റത്തിലുള്ള 2 സെറ്റ് ഓഫ് ടൂർണമെൻറ്റ്സ് ആണ് നടക്കാറുള്ളത്. ഞാൻ ഇവിടുന്ന് ജസ്റ്റിന് റൈറ്റ് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, ടൂർണമെൻറ്റ്സ്. ആദ്യം നമുക്കുള്ള 2 ടാബുകളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ലൈവ് ടാബ്, ഒന്ന് ഡെയിലി ടാബ്. ഓക്കെ, അത് രണ്ടും ലൈവ് ടാബും ഉണ്ട്, ഒരു ഡെയിലി ടാബും ഉണ്ട്. അത് ലൈവ് ടാബിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡെയിലി ടാബിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് ഡെയിലി വേണ്ടത് സെലക്ട് ചെയ്യാനും സാധിക്കുമേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി ലൈവ് ടാബിന് താഴെയുള്ളത് നോക്കാം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 രീതിയിൽ ശ്രദ്ധിക്കണം. ഒന്ന് എൻഡ്സ് ഇൻ എന്നും പറയും, രണ്ടാമത്തത് സ്റ്റാർട്ട് ഇന്നും പറയും. എൻഡ്സ് ഇൻ എന്ന് പറഞ്ഞാൽ എൻഡ്സ് ഇൻ 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിനുള്ളിൽ ആ ടൂർണമെൻറ്റ് അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇനി സ്റ്റാർട്ട് ഇൻ 3 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 മിനിറ്റിൽ ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാലും ഈ വീഡിയോ കാണുന്നത് പല ടൈപ്പിലുള്ള ആളുകളും ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് നോക്കിക്കോ, 10 ബുള്ളറ്റ് അരീന, 10 ബുള്ളറ്റ് അരീന 519 players ends in 18 മിനിറ്റ്സ് അല്ലെ 19 മിനിറ്റ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അതായത് ഈ ടൂർണമെൻറ്റിൽ നിലവിൽ 519 പ്ലേയേഴ്സ് ഉണ്ട്. 18 മിനിറ്റ് കഴിയുമ്പോൾ ഈ ടൂർണമെൻറ്റ് കഴിയും എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു ടൂർണമെൻറ്റ് നോക്കാം. അടുത്തത് 3 മിനിറ്റ് പ്ലസ് 2 സെക്കൻഡിൻ്റെ ബ്ലിക്സ് ടൂർണമെൻറ്റാണ്. അരീന ഫോർമാറ്റാണ്. 698 പ്ലേയേഴ്സ് ഉണ്ട്.
അത് 20 എത്ര മിനിറ്റ് കഴിയുമ്പോൾ അവസാനിക്കും. ഇത്തരത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി ഒരു ടൂർണമെൻറ്റിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് കാണിക്കാം. നിങ്ങൾക്ക് വേണ്ട ടൂർണമെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ അരീന ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റ്സ് ഉണ്ട്. അത് തന്നെ റാപ്പിഡ്, ബ്ലിക്സ്, ബുള്ളറ്റ് ഉണ്ട്. അതായത് 1 മിനിറ്റിൻ്റെയും 3 മിനിറ്റിൻ്റെയും പിന്നെ 10-30 മിനിറ്റിൻ്റെ ഗെയിംസൊക്കെ ഉണ്ട്. അത് മാത്രമല്ലാതെ ചെസ് 960 ചെസ് 960 എന്ന് പറഞ്ഞൊരു ചെസ് വേരിയൻ്റ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ടൂർണമെൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ടൂർണമെൻറ്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റീസൺസ് ബട്ടണില്ലേ അതിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും. ആ ജോയിൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിലോട്ട് ജോയിൻ ആവുകയാണ് ചെയ്യുന്നത്. ശേഷം അപ്പം തന്നെ ലോഡായിട്ടൊരു ഓപ്പോണൻറ്റ് വരും. ആ കളി നമ്മൾ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരീന ഫോർമാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു കളി കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അടുത്ത ഓപ്പോണൻറ്റിനെ കിട്ടും. സിസ്റ്റം അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ 80 പ്ലേയേഴ്സ് ആണെങ്കിൽ 40 ബോർഡായിരിക്കുമല്ലോ. അപ്പോൾ ആ 40 ബോർഡും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഓപ്പോണൻറ്റിനെ കിട്ടുള്ളൂ. ഇതാണ് അരീന ടൂർണമെൻറ്റ്സിൽ ഇത്രയും പേര് പങ്കെടുക്കുന്നതും അരീന ടൂർണമെൻറ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസവും. അപ്പോൾ ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് സുഖമായി ആ ടൂർണമെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ടൂർണമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് വരാണ്. അടുത്തത് പ്ലേ എ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. പ്ലേ എ ഫ്രണ്ടിലുള്ള നമുക്ക് നോക്കാം. ആദ്യത്തത് തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ സെർച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ chess.com യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു chess.comലോട്ട് സെർച്ച് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് സെൻഡ് ചാലഞ്ച് ലിങ്ക് സ്റ്റാർട്ട് ഗെയിം വിത്ത് എനിവൺ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമുക്ക് മറ്റുള്ളവരോട് കളിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത് നമുക്ക് chess.comലുള്ള ഫ്രണ്ട്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ലിസ്റ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ. ഇതല്ല, അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഓക്കെ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്ലേ ബോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊക്കെ ഞാൻ ഡയമണ്ട് മെമ്പറാണ്, അത് ഞാൻ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡയമണ്ട് മെമ്പറാണ്. ഇതിൽ പസിൽസ് നമുക്ക് ഡെയിലി അതൊക്കെ കുറച്ച് ലിമിറ്റ് ഉണ്ട്. ഗെയിം നമുക്ക് ദിവസം എത്രയും വേണേൽ കളിക്കാം ഫ്രീ വെർഷനിലും. ഈ ബോട്ട്സ് എന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അവിടെ ഒരുപാട് ബോട്ട്സ് ഉണ്ട്. ഇവിടെ നമുക്കിതുപോലെ ബോട്ടിൻ്റെ കൂടെ ഗെയിം കളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ എഞ്ചിൻ്റെ ഒക്കെ കൂടെ കളിക്കുന്ന പോലെ ഇതിൽ ബോട്ടാണ്, അത്രേ ഉള്ളൂ. അടുത്തത് പ്ലേ കോച്ച്. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോച്ചിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേൾഡ് ക്ലാസ് പ്ലേയേഴ്സായ മാഗ്നസ് കാൾസൺ, നാക്കാമുറ, പിന്നെ വിമൺ പ്ലേയേഴ്സായിട്ടുള്ള ജൂ വെഞ്ചുൻ, അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് കോച്ചായി സ്വീകരിക്കാം. ഞാനിവിടെ മാഗ്നസ് കാൾസനാണ് കോച്ചാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് മാഗ്നസ് കാൾസൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ള പ്ലേ ടാബിൽ വരുന്നത്. എന്തായാലും നമുക്കൊരു ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റിൻ്റെ ഒരു ഗെയിം എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ഗെയിം എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഗെയിം ആക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് പീസുകളായിട്ട് ഗെയിം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഇവിടെ കളിച്ചിട്ടുള്ളത് പോൺ D4 ആണ്. ഓക്കെ, അത് അനൗൺസ് ചെയ്യും. സാധാരണ നിലവിൽ അനൗൺസ് ചെയ്യാതെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിലായിട്ടായിരിക്കും. ഇവിടെ നൈറ്റ് F6 ആണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലാക്കിൻ്റെ നൈറ്റിനെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഗെയിം അബൌട്ട് ആയിട്ടുണ്ട്. കാരണം 1 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കളിക്കണം. ഗെയിം അബൌട്ടഡ് എന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് അടുത്തൊന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി ഞാൻ ഗെയിം എടുക്കുകയാണ്. സ്റ്റാർട്ട് ഗെയിം കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ഗെയിം കൊടുക്കുമ്പോൾ വൈറ്റ് കിട്ടി. E2 പോൺ സെലക്ട് ചെയ്യാണ്. ഇതെന്താ പറഞ്ഞത്? ഇത് chess.comൽ ചിലപ്പോൾ ഇതൊരു പ്രശ്നം ഉണ്ടാവും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് E4 ആണ് പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ E2 പോണിനെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ സെലക്റ്റഡ് എന്ന് പറയില്ല, E2 വൈറ്റ് പോൺ അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് E4 empty അങ്ങനെ പറയും. അതായത് ഒരു പീസും ഇല്ലാത്ത ഭാഗത്തെ empty എന്നായിരിക്കും പറയുക. അതായത് കാലിയായി കിടക്കുന്ന ഒരു ഭാഗം empty എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, empty. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു പീസിനെ ആ ഒരു സ്ക്വയറിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് കളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മാത്രമല്ല മുകളിൽ
മൂവ്സ് എഴുതി കാണിക്കുകയും ചെയ്യും. ഇത് കാണിച്ചു തരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് സോറി. എബൌട്ടായി പോവാണ് ഗെയിംസ് നമുക്ക് റിസൈൻ ചെയ്യാൻ സാധിക്കും, എബൌട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കളിക്കേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ ഗെയിം എബൌട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൽ കളിക്കുന്നവരെല്ലാം കൃത്യമായിട്ട് ഒരു അക്കൗണ്ട് എടുത്തിരിക്കണം ഫസ്റ്റ് തന്നെ, ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹോം ടാബിൽ പ്ലേ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരു ബേസിക് കിട്ടിയെന്ന് കരുതുന്നു. എങ്ങനെ ഇതിൽ ചെസ്സ് കളിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ പാർട്ട് 2 ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായാലും ഉടൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.